ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അതിന് ആവശ്യമുള്ളത് 250 ഗ്രാം ബീഫ്, 250 ഗ്രാം ഉരുളക്കിഴങ്ങ്. ഇത് രണ്ടും കൂടി ഒരു കുക്കറിലിട്ട് അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് 20 മിനിറ്റ് വേവിക്കുക. വേവിച്ച് വെച്ച ബീഫ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ബീഫാണ് ബൗളിലിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി കുഴച്ച് ചേർക്കുക. വേവിച്ച ഉരുളക്കിഴങ്ങും പൊടിച്ചു വെച്ച മീറ്റും കൂടി കുഴച്ച് വെച്ചതാണ് ഈ ബൗളിലിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി, ഒരു 3 മുളക്, ഒരു സ്വല്പം ഇഞ്ചി, ഇത് ഇത്രയും കൊത്തിയരിഞ്ഞ് ഈ കൂട്ടിലേക്ക് ചേർക്കണം. അല്പം സ്പൈസസ് കൂടി ഇതിനോടൊപ്പം ചേർക്കണം. അതിനുവേണ്ടി അല്പം കറുവാപ്പട്ട, ഒരു 6 കുരുമുളക്, അല്പം പെരുംജീരകം, ഒരു ഗ്രാമ്പൂ, ഇത് ഇത്രയും മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് ഇതോടൊപ്പം കുഴച്ച് ഇളക്കി വയ്ക്കുക. കൊത്തിയരിഞ്ഞ പച്ചമുളകും ഒരു അല്പം കരിവേപ്പിലയും നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസും ഒരു അല്പം ഉപ്പും കൂടി ഇതിൽ കലർത്തി ഒന്നുകൂടെ കുഴയ്ക്കുക. നേരത്തെ കുഴച്ച് വെച്ചതിൽ നിന്ന് എടുത്ത് പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. 2 മുട്ടയുടെ ഉണ്ണി മാറ്റിയ വെള്ളയാണ് ഈ ഇരിക്കുന്നത്. 1 കപ്പ് റസ്ക് പൊടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി പരത്തി വെച്ചിരിക്കുന്ന ഓരോ പീസസും മുട്ടയിൽ മുക്കി ഈ റസ്ക് പൊടിയിൽ പുരട്ടി വെക്കണം. ഈ പീസസ് എല്ലാം വറക്കാനായി റെഡിയാക്കി വെച്ചിരിക്കുക. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പീസസ് ഓരോന്ന് അതിലേക്ക് ഇടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കണം. കാരണം ഇതിനകം വെന്ത് കിട്ടണമെങ്കിൽ സിമ്മിൽ കിടന്ന് വേകണം. കട്ട്ലേറ്റ് ഏതാണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. അകം മൂത്ത് കിട്ടി. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം.